ഞങ്ങൾ ആദ്യമേ മെൻഷൻ ചെയ്തിട്ടുണ്ട് 18 വയസ്സുള്ള ഒരു മാത്രം ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മതി. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് അക്ഷയും സൂര്യയാണ്. നമസ്കാരം. നമസ്കാരം. കൂടെ ടോക്സ്. തുണ്ട് വേണോ? ലീക്ക്ഡ് ഒരു ഇൻഫ്ലുവൻസറിന്റെയാ. നിനക്ക് മാത്രം ഇതൊക്കെ കിട്ടണേ. കോണ്ടന്റ് ഒക്കെ ഇട്ട് ഭയങ്കര റീച്ച് ആയി. എങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയ ലൈഫ് ഒക്കെ? കുറെ തെറികളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ഇടുന്നുണ്ടല്ലോ. ഡെയിലി ലൈഫ് തെറികളല്ലേ, കോമൺ തെറികൾ. പക്ഷെ വരുന്ന തെറികൾ ഡെയിലി ലൈഫ് അല്ല, പാരഗ്രാഫാണ്. ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി. നിങ്ങളുടെ കോണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ ട്രൂലബും കാര്യങ്ങളും അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ. എടുക്കാറില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തില് എനിക്കിട്ട് താങ്ങി അല്ല പിന്നീട് വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നു അക്കൗണ്ടിൽ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. 18+ ആയിട്ടുള്ളതും തെറിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മിക്ക വീഡിയോസിലും സ്റ്റാർട്ടിങ്ങിൽ അവളൊരു തെറിയാണ്. നമുക്കൊരു കളി കളിച്ചാലോ? കളിക്കാം. അയ്യേ, എപ്പോഴും നിനക്ക് വിചാരം മാത്രമേ ഉള്ളൂ. എടാ ഇതൊരു ഗെയിമാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ ഓക്കെ ഇത് എനിക്ക് ബാഡ് വരുമോ അങ്ങനെ എന്തെങ്കിലും തോന്നാറില്ലായിരുന്നു? എനിക്ക് കമന്റ് അങ്ങനെ ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാണിക്കുന്നത്, നമ്മുടെ പകുതി കഴിവ് പോലും അവർ തെളിയിക്കുന്നില്ല. എന്നിട്ടാണ് നമ്മൾ ഇതിനെ കുറ്റം പറയുന്നത്. നിങ്ങളെ കോണ്ടന്റ് എല്ലാം ലൈക്ക് കപ്പിൾസിനെ പോലെ, ഇപ്പോഴത്തെ ജെൻസി കപ്പിൾസിനെയൊക്കെ പോലെയാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും നിങ്ങൾ റിലേഷൻഷിപ്പ് ആണ്. ഹായ്, ഞാൻ അശ്വതി. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് അക്ഷയും സൂര്യയാണ്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. കൂടെ ടോക്സ് അല്ലേ? ഞാൻ അതാണ് നിങ്ങൾ റിയൽ നെയിം നിങ്ങൾ പ്രൊഫൈലിൽ കൊടുത്തിട്ടേ അതെന്താ അങ്ങനെ? അല്ല, മെൻഷൻ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് കൊടുത്തിട്ടില്ല. പേഴ്സണൽ അക്കൗണ്ട് ബയോയിലുണ്ട് നമ്മളുടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകണം. അപ്പൊ ഭയങ്കര കോണ്ടന്റ് ഡെയിലി ഓരോ റീൽസ്. നിങ്ങളൊരു ജെൻസി ആൾക്കാരുടെ ഒരു ടൈപ്പ് റീൽസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ജെൻസി പ്ലെയർ ആണോ? 2K അല്ല, ജെൻസി. 2K എന്ന് വരുമ്പോ എത്രയാവും? 2000 ഈ അടുത്ത ജെൻസി. ഞാൻ ജെൻസി. ഈ 2K എന്ന് പറയുമ്പോ ജെൻസി അല്ലേ? അല്ല, ജെൻസി ആണല്ലോ, അങ്ങനെ പറയാലോ. അതെ, എനിക്ക് 21, എനിക്ക് 22. അപ്പൊ നമ്മള് ജെൻസിയാണ്. എന്നെ ആരും തളാന്ന് പറയുന്നില്ലാത്തോണ്ട് ഞാൻ ആദ്യമേ മെൻഷൻ ജെൻസിയാണ്. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ കോണ്ടന്റ് ഒക്കെ ഇട്ട് ഭയങ്കര റീച്ച് ആയി. എങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയ ലൈഫ് ഒക്കെ? കൊള്ളാം. പക്ഷെ കുറെ തെറികളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ഇടുന്നുണ്ടല്ലോ റീൽസ്. ഏത് റീൽസ്? എനിക്ക് എവിടെ നിങ്ങളുടെ റീൽ വരുമ്പോ ഞാൻ ഇപ്പൊ തന്നെ കുറച്ച് നേരത്തെ അവിടെ ഇരുന്ന് ഓരോ റീലും ഞാൻ സൗണ്ട് കുറച്ച്, കാരണം തെറി ആദ്യമേ നീ പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ലൈഫ് തെറികളല്ലേ, കോമൺ തെറികൾ. പക്ഷെ വരുന്ന തെറികൾ ഡെയിലി ലൈഫ് അല്ല, പാരഗ്രാഫാണ്. അപ്പൊ റിയാലിറ്റി എന്താണോ അത് പക്ക ഇതിലോട്ട് ഇടുന്നത്. സോഷ്യൽ മീഡിയ ഒരു റീൽസ് ഇടുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി തെറിയുക. എന്റെയൊക്കെ പണ്ടത്തെ കമന്റ് സെക്ഷനെ കണ്ട നീ ആത്മഹത്യ മാത്രമൊന്നുമില്ല. ഇപ്പൊ ഞാനായിട്ട് അങ്ങ് ഒതുങ്ങി. എനിക്കൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആണുങ്ങൾക്കല്ല കൊള്ളുന്നത്, പെണ്ണുങ്ങൾ. ഇപ്പൊ മനസ്സിലായല്ലോ, കൂടുതലും ഒരു പറയുന്ന കുറെ തെറി അല്ലെങ്കിൽ എന്തെങ്കിലും. പക്ഷെ പെണ്ണുങ്ങൾ അവരെ കൂടുതലും സ്ലട്ട് ഷെയ്മിങ് പോലത്തെ വേർഡ്സ് ആണ് കൂടുതൽ നമുക്ക് അബ്യൂസ്. അപ്പൊ അതിന് നമ്മൾ ഒരുമാതിരി ഇതെല്ലാം കേട്ട് സിംഗപ്പെണ്ണേന്ന് പറഞ്ഞായിരിക്കുന്നു. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്? കൂടെ ടോക്സ് ഒക്കെ ആരാ അതിന്റെ ഒരു? ഇവനാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഒരു ദിവസം വെറുതെ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുമ്പോ തുടങ്ങിയ പ്ലാനാ. ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പൊ 6 മാസമായി. 6 മാസം കൊണ്ട് ഇത്രയും ഒരു വളർച്ച. ആരാ ഇപ്പൊ കോണ്ടന്റ് സ്റ്റോറി ഒക്കെ അപ്പൊ എടുക്കുന്നത്? രണ്ടുപേരും ആണ്. സ്റ്റാർട്ടിങ് ഇവനായിരുന്നു എല്ലാം എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഞാനും ആഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നിങ്ങൾ കപ്പിൾസ് ആണ്? ഞാൻ വിചാരിച്ചു നിങ്ങൾ കപ്പിളാണ്, ലിവിംഗ് റിലേഷൻഷിപ്പ് ആണ്, അങ്ങനെയൊക്കെയാണല്ലോ. നമ്മൾ ഫ്രണ്ട്സിലാണ് തൽക്കാലം നിൽക്കുന്നത്. പക്ഷെ നിങ്ങളെ കോണ്ടന്റ് എല്ലാം ലൈക്ക് കപ്പിൾസിനെ പോലെ, ഇപ്പോഴത്തെ ജെൻസി കപ്പിൾസിനെയൊക്കെ പോലെയാണ് നിങ്ങളുടെ ഒരു കോണ്ടന്റ്. അപ്പൊ എല്ലാവരും ചോദിക്കും നിങ്ങൾ റിലേഷൻഷിപ്പ് ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കാറ്. അപ്പൊ നിങ്ങൾ രണ്ടൊരു സിംഗിൾ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. എനിക്ക് തോന്നുന്നു അമ്മ ഇരിക്കുന്നുണ്ടോ? അല്ല, അമ്മ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ സിംഗിൾ ആണ്, ഇവിടുന്ന് റിലേഷൻ അവിടെ തൊട്ടാടി അടിക്കും. അതുകൊണ്ട് പറയാം ഞാൻ സിംഗിൾ ആണെന്ന് പറഞ്ഞ് പഠിച്ചു എന്ന് പറയും. അവിടെ പോയി അങ്ങനെ പറഞ്ഞാൽ മതി. അമ്മ അങ്ങനെ അവിടെ പോയിട്ട് നിങ്ങൾ അടിച്ച് ഞാൻ പൊട്ടിക്കും. അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. അമ്മ ഭയങ്കര സപ്പോർട്ട്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതായത് നമ്മളുടെ ഇപ്പൊ കോണ്ടന്റ് അനുസരിച്ചിട്ടുള്ള ഒരു രീതിക്കാണ്. കാലഘട്ടത്തിലൂടെ ഞങ്ങളെക്കാളും കൂടുതൽ വീഡിയോ എടുക്കുന്നത് അമ്മയ്ക്കാണ്. ബാക്കി ആൾക്കാർ നമുക്കുണ്ട് വീട്ടില് റീൽസ് എടുക്കുന്ന കാര്യം പല പണിക്കും പോകുന്നേ പറയത്തുള്ളൂ. പക്ഷെ സത്യം പറഞ്ഞാൽ പണിക്ക് പോകുന്നതിനെ കാട്ടി സോഷ്യൽ മീഡിയ ലിങ്ക് ഉണ്ട്. അത് സത്യം പറഞ്ഞ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അത് കുറെ നമുക്ക് കുറെ മെന്റലി
അത് നല്ല സ്ട്രെസ് വരുന്നുണ്ട്. അറിയണം, അല്ലെങ്കിൽ കുറെ പകുതി വെച്ച് നിർത്തി ഇത്രയും നമ്മള് കേൾക്കും ഒരു ബുള്ളിങ് വരും എന്നുള്ള ഒരു ഇതാണെങ്കിൽ ഇതൊന്നും ഇല്ല പ്രശ്നം. ഈ നമ്മള് ഒറിജിനൽ അക്കൗണ്ട് വരുന്ന പറഞ്ഞവരൊക്കെ നമ്മള് മാന്യന്മാരെന്ന് പറയും. ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതാ നമുക്ക് പറ്റാത്ത. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ ഫേക്ക് അക്കൗണ്ട് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. ഇതുപോലെ ഫേക്ക് അക്കൗണ്ടിൽ കുറെ ആയപ്പോ ഒരു ആളുടെ ഫ്രണ്ട് ഇങ്ങനെ മുഖത്തൊക്കെ നിങ്ങളുടെ വീഡിയോ കിടിലോ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തൊരു ഫേക്ക് അക്കൗണ്ടിൽ കൂടെ കമന്റ് ഒരാൾ അങ്ങനെ പൊക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്കെന്ന് മനസ്സിലായി നമുക്ക് വരുന്ന ഫേക്ക് അക്കൗണ്ട് നമ്മൾ അല്ലാതെ ആരെന്ന് അറിഞ്ഞുകൊടുത്ത ആൾക്കാർക്ക് ഇവര് വേണ്ടി മെനക്കെട്ട് പുതിയ അക്കൗണ്ട് തുടങ്ങി അതിന്റെ ആവശ്യം എന്താ നമ്മൾ വിചാരിക്കും. ശരിക്കും നമുക്കൊക്കെ പ്രാന്തം. ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാണിക്കുന്നത്, നമ്മുടെ പകുതി കഴിവ് പോലും അവർ തെളിയിക്കുന്നില്ല, എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ കുറ്റം പറയുന്നത്. അതൊക്കെ ഭയങ്കര കുറെ പേർക്ക് കോൺഫിഡന്റ് ഇല്ലായിരിക്കാം ഇതുപോലെ വീഡിയോസ്. നിങ്ങൾക്ക് ആരെയും അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ കൊള്ളാന്ന് പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് നിങ്ങളെ പറ്റി കുറ്റം നമുക്ക് ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ ഇപ്പൊ ഇല്ല. ശരി, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ല, വിശ്വസിക്കില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഞങ്ങളുടെ ഫാമിലി സിസ്റ്റർ അമ്മ അല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്, വേറെ ആരും. പക്ഷെ അത് കൊള്ളാം കൊണ്ട് പിന്നെ ഓൺലൈൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഇടയ്ക്കൊക്കെ വിളിച്ച് വിഷൊക്കെ ചെയ്യുന്ന വെൽ വിഷേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ 2-3 പേര്, അരവിന്ദ് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, അങ്ങനെ 2-3 പേരൊക്കെ ഉണ്ട്. അവരൊക്കെ നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോ നമുക്ക് ഒരു ഗ്യാങ്, പിന്നെ കുറെ കഴിയുമ്പോ 10-25 വയസ്സ് കഴിയുമ്പോ പിന്നെ ആരും കാണില്ല, ഫാമിലി അങ്ങനത്തെ ഒരു ഇതാന്ന് കേട്ടിട്ടുണ്ട്. എനിക്കും പണ്ട് ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഏജ് കഴിയുമ്പോ നമുക്ക് കൂടെ നിന്ന് പണി തരുന്നവരാകുമ്പോ നമ്മള് പഠിക്കും, ഒറ്റയ്ക്ക് നിന്ന് പഠിക്കുമ്പോ പിന്നെ അത് വേണ്ടാന്നങ്ങ് തോന്നും. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കോണ്ടന്റ് എന്ന് പറയുമ്പോൾ കൂടുതലും ഈ 18+ ആയിട്ടുള്ളതും, അഭിമാനത്തോടെ പറയുന്നത് 18+ ആയിട്ടുള്ളതും തെറിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മിക്ക വീഡിയോസിലും സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു തെറിയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ ഓക്കെ ഇത് എനിക്ക് ബാഡ് വരും അങ്ങനെ എന്തെങ്കിലും തോന്നാറില്ലായിരുന്നു? എനിക്ക് കമന്റ് അങ്ങനെ എന്തെങ്കിലും? എനിക്ക് സ്റ്റിൽ അത് വന്നോണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് എന്ത് വീഡിയോ ഇട്ടാലും വരും ഓട്ടോമാറ്റിക്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന ആ കോണ്ടന്റ് അങ്ങനെയാണ്, അപ്പൊ അതിന്റെ രീതിക്ക് നമ്മൾ എടുക്കും. പിന്നെ നമ്മൾ ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ, നമ്മൾ ഒരുപാട് അങ്ങ് തരം താഴ്ന്ന് എവിടെയും പോകുന്നില്ല. നമ്മൾ ഈ കമന്റ് എന്ന് പറയുന്ന ഒരു റിയൽ ലൈഫ് ചെയ്യുന്നതിന്റെ പകുതി പോലും നമ്മൾ കാണിക്കുന്നില്ല. പക്ഷെ കറക്റ്റ് കാര്യമാണ്, നിങ്ങളുടെ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് മിക്ക ആൾക്കാർക്കും റിലേറ്റബിൾ ആണ്. ഇപ്പൊ നിങ്ങളുടെ കോണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും ട്രൂ ലബും കാര്യങ്ങളും അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തില്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് എനിക്കിട്ട് താങ്ങി പിന്നീട് വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നു അക്കൗണ്ടിൽ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മറ്റേ സിറ്റുവേഷൻഷിപ്പ് എന്തൊക്കെ കുറെ ഷിപ്പ് ഉണ്ടല്ലോ. അപ്പൊ അതിനെ പറ്റിയൊക്കെ കുറെയാണ് നിങ്ങൾ ഓപ്പൺലി അത് പറഞ്ഞു. പക്ഷെ ചില ആൾക്കാർക്ക് അത് കാണുമ്പോൾ എന്താ ഈ പിള്ളേർ ഇങ്ങനെ, സംഭവം അറിയോ, അവർക്ക് കൊള്ളുന്നുണ്ടാവും, അവരങ്ങനെ ആയിരിക്കാം. നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം ഉള്ള പോലെ കാണിക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്ത ആ രീതിക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കാണിക്കാൻ പറ്റും. ഒരു ഡിഫറെന്റ് കോണ്ടന്റ് ആണ്. അതായത് ബാക്കിയുള്ളവർ ഇപ്പൊ പല കോണ്ടന്റ് എടുക്കും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വീട്ടിൽ സമ്മതിക്കുന്നില്ല, പിന്നെ അത് സെറ്റ് ആവുന്നു, ലാസ്റ്റ് അങ്ങനത്തെ സീരീസ്. നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ കഞ്ചാവ്, ബാംഗ്ലൂര്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് വന്നത്. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് കണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ, അതായത് ഒരു റീലില് നിങ്ങൾ പറയുന്നുണ്ട് ഓക്കെ നിനക്ക് ആണുങ്ങളാണ് നിങ്ങളെ യൂസ് ചെയ്തിട്ട് കളയുവാണെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ ഇങ്ങനെയാന്ന് പറയും. പക്ഷെ ഇന്നേ വരയ്ക്കും ഞാൻ ഒറ്റ റീലും കണ്ടില്ല പെണ്ണുങ്ങൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വിടുന്ന. അത് ഫസ്റ്റ് ടൈം നിങ്ങൾ ഇട്ടപ്പോ ഞാൻ വിചാരിച്ചത് നല്ലൊരു കാര്യമാണ്. കാരണം പിന്നെ കുറെ പേര് കോപ്പി ചെയ്തെന്ന് തോന്നുന്നു, കുറെ പേര് ചെയ്തു, ആരൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് നമ്മളത് ചെയ്ത് നമുക്ക് മനസ്സിലായത്. പിന്നെ 2-3 പേരൊക്കെ അയച്ചു തന്നു, ആരൊക്കെ ചെയ്തൊക്കെ നമുക്ക് അയച്ചു തന്നു. പക്ഷെ അത് റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ജെൻസി കാലഘട്ടത്തിൽ നിങ്ങളിപ്പം എന്താണ് നിങ്ങൾക്ക് അത് പറയാനുള്ളത്? പണ്ടത്തെ റിലേഷൻഷിപ്പും ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിനെയും പറ്റിയാണ് നിങ്ങൾക്ക് എന്താ അതിനെ പറ്റി പറയാനുള്ളത്? പണ്ടത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ, പണ്ട് റിലേഷൻഷിപ്പ് കണ്ടാ മതി, വീട്ടിലൊന്നും സമ്മതിച്ചൊന്ന് പുറത്തിറങ്ങിയാൽ മതി, ആ ടൈപ്പ് ആയിരിക്കുമല്ലോ. ഉണ്ടായിരുന്നു അങ്ങനെ? അല്ല പറയാലോ, പറയുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. അതെ, അങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ ടെക്നോളജി രീതിക്കൊക്കെ കുറെ ആയി. എന്നാലും ഇപ്പൊ ഞാൻ പറയട്ടെ, അടുത്തുള്ളിടത്തോളം കാലം ഇരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ. അതിപ്പോ റിലേഷൻഷിപ്പ്, ഫാമിലി ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു റിലേഷൻഷിപ്പിനോട് വാല്യൂ ഉണ്ടാവില്ല. ലോങ് ഡിസ്റ്റൻസ് ആണോ ഉദ്ദേശിച്ചത്? ആ അതാ പറഞ്ഞേ, ഞാൻ ലോങ് ഡിസ്റ്റൻസ് നന്നായിട്ടാ പോകുന്നത്. അതെ അതെ അതെ, അല്ല അതെല്ലാരും കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ല, നമുക്കുള്ള അഭിപ്രായം. അതെ, നമുക്ക് ഫ്രണ്ട്സിനും കുറെ പേര് ഉണ്ടാകുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. ഒബ്വിയസ്ലി ഞാനിപ്പോ എറണാകുളത്ത് വന്ന സമയത്ത് നമ്മളെ നാട്ടിലുള്ള പോലെ ആയിരുന്നില്ല. എറണാകുളത്ത് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, വന്ന സമയത്ത് എനിക്ക് ഡിഫറെന്റ് ആൾക്കാരായിരുന്നു. ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് അപ്പുറത്ത് പോകുന്നു ഇപ്പുറത്ത് പോകുന്നു. അപ്പൊ ഞാൻ വന്ന സമയത്ത് ഞാൻ വെച്ചാൽ ഇത് ഇങ്ങനെയാണോ, ഇവിടെ ആൾക്കാർ ഇങ്ങനെയാണോ, ഇവിടെ ആൾക്കാർക്ക് ട്രൂ ലവ് ഒന്നും വേണ്ടേ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കോണ്ടന്റ് അത് പുറത്ത് കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് ഒരാൾ അത്രയ്ക്ക് എന്തെങ്കിലും പാരഗ്രാഫ് ആണെങ്കിൽ കമന്റ്സ് ഇട്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ പേര് ഇതിനെ
ഇതിനെ നോർമലൈസ് ചെയ്യുന്ന രീതിക്ക് കമന്റ്സ് വന്നിട്ടുണ്ട്. നമ്മളത് വായിക്കും, ഇതൊക്കെ ജസ്റ്റ് നോർമൽ അല്ലേ, നിങ്ങൾ നോർമൽ അല്ലേ, കാര്യമാക്കിട്ട് എടുത്തിടും. അപ്പൊ തന്നെ നമുക്ക് തിങ്ക് ചെയ്യുന്നേ ഉള്ളൂ, ആളങ്ങനെയാണ്. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ വിടും. പിന്നെ പുള്ളിയോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊന്നും കാര്യമില്ല, നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആകും. നിങ്ങളൊരു ഗെയിമിന്റെ ഒരു സംഭവം ട്രൂവർലി ലിങ്ക് ഉണ്ടോന്ന് എല്ലാരും, ഞാനും എഴുതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാറുണ്ട്. അത് കളിക്കരുത് കേട്ടോ, ശരിക്കും കിട്ടിയാലും റിലേഷൻഷിപ്പ് പൊട്ടി പാളീസായി പോകും കേട്ടോ. എനിക്ക് എന്നെ നല്ല വിശ്വാസം. അത് ശരിക്കും ഗെയിം ഉണ്ടോ? ഇല്ല ഇല്ല, അതൊക്കെ ഫുള്ള് നമ്മള് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. കാണൂല, അത് ഇവന്റെ ആയിരുന്നു. കൊറേ ഉണ്ടല്ലേ കുരുട്ട് കുത്തിയ സംഭവങ്ങള്. ഓക്കെ, ആ ഒരു ഗെയിം വന്ന സമയത്ത് എന്താ വെച്ചാൽ ഞാൻ ഓക്കെ ഇയാളാണ് അതിൽ കൊണ്ടുവരുന്നത്. അപ്പൊ കാണുമ്പോ നമ്മൾ ചോദിക്കും ഓക്കെ എന്തോ സംഭവം ഉണ്ട് സംതിങ്. പക്ഷെ ട്വിസ്റ്റ് ആയിരുന്നല്ലോ, ലാസ്റ്റ് ഇയാളായിരുന്നു ഇടയ്ക്ക്. ഞാൻ നോക്കിയപ്പോ കമന്റ്സ് ലിങ്ക് ഉണ്ട്, ഞാനും ഇടാന്ന് വെച്ചില്ല. ഞാൻ ആദ്യമേ റീൽസ് കാണുന്ന വരുമ്പോ കമന്റ്സ് നോക്കും, അപ്പൊ ലിങ്ക് നോക്കുമ്പോ ഞാൻ വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും, അവർക്കെല്ലാം കിട്ടിക്കാണോ, പ്രോഡക്റ്റ് ആയിരിക്കും, എന്താണ് സംഭവം. പിന്നെ കണ്ടപ്പോഴാണ് മനസ്സിലായി എനിക്ക് ലിങ്ക് ഒന്ന് ചോദിക്കണമെന്നുണ്ടെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത സംഭവം എന്ന് വെച്ചാൽ. അപ്പൊ ഇതുപോലത്തെ കുറെ നിങ്ങൾ കൊണ്ടുവരുന്ന സാധനമൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ്. താങ്ക് യു മച്ച്. അപ്പം ഈ സീരീസ് ഒക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ഇയർ. അപ്പൊ അതിനിടയിൽ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? അത് കുറെ ബുദ്ധിമുട്ടുണ്ട്, അറ്റൻഡൻസ് ഒക്കെ ഷോർട്ട് ആണ്. കോളേജിലൊക്കെ എങ്ങനെ റീൽസ് എടുത്തോണ്ട് നടന്നോ? എനിക്കും ഉണ്ടായിരുന്നു കുറെ. അയ്യോ, ഈ രണ്ട് മിസ് ഞങ്ങളെ ഏത് രീതിക്ക് സപ്പോർട്ട് ചെയ്യും. സാൻഡ്ര മിസ്, ആര്യ മിസ്. ഞാനൊക്കെ ടിക്ടോക്ക് ഫോൺ പിടിച്ചു വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് സ്കൂളിൽ, ടിക്ടോക്ക് എടുക്കുക. നിങ്ങളുടെയൊക്കെയാണ് മിസ്. അല്ല, ഇതൊക്കെ അടിപൊളി മിസ് ആട്ടോ. ഇവര് ഇതുവരെ ഒരു ബാഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് എടുത്ത് നടന്നിട്ടൊന്നും ആവത്തില്ല എന്ന് പറയത്തില്ല. നിങ്ങൾ ചെയ്തോ, അതിലൂടെ പഠിക്കും വേണമെന്ന് മോട്ടിവേറ്റ് ചെയ്യും. രണ്ടും ഒപ്പം കൊണ്ടുപോകുന്നല്ല നമ്മുടെ നല്ല മോട്ടിവേഷൻ. നിങ്ങളുടെ അപ്പൊ ഒരു എയിം എന്താണ്? ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് ഒരു ഇൻഫ്ലുവൻസിങ് ആണോ അല്ലെങ്കിൽ മൂവി ആണോ, അങ്ങനെ എന്തെങ്കിലും മൂവി നോക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഓഡിഷൻ ട്രൈ ചെയ്തോ? നമ്മള് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോ അവര് നമ്മളത് അങ്ങോട്ട് പൈസ നിങ്ങൾ ഓഡീഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 5,000 റുപ്പീസ് സ്കാമാണ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പേയ്മെന്റ് ഓഡീഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ. അപ്പൊ ഞങ്ങൾക്ക് ജെന്യുവൻ ആണോ ഉള്ളതാണെന്ന് അറിയുന്നില്ല. അപ്പൊ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഓഡീഷന് പേയ്മെന്റ് ഞാൻ ഇപ്പോഴതൊക്കെ അറിയാം. അല്ല, കുറെ പേര് വാങ്ങുന്നുണ്ട് ശരിക്കും. ഇയാൾക്ക് അക്ഷയ്ക്ക് ഇതുപോലെ ഒത്തിരി ഇങ്ങനെ പ്രപ്പോസലൊക്കെ വരുന്നുണ്ട്, ഈ ക്രഷാണ് എനിക്ക്, ഞാൻ ഒതുങ്ങിയിരിക്കാന്ന്, അങ്ങനെ എന്തെങ്കിലും വരലുണ്ട്. ഞാൻ ഓൾറെഡി ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നത്, ഞാൻ പ്രൊമോഷൻ എല്ലാം തരാം, എനിക്കൊരു ക്ലിനിക് ഉണ്ട്, എനിക്ക് ലൈക്ക് പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് പ്രൊമോഷൻ കൊളാബൊക്കെ ഇഷ്ടം പോലെ ഗ്ലൂട്ടോതൈൻ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ ഗ്ലൂട്ടോതൈൻ കൊളാബ്, ഒരു ഗ്ലൂട്ടോതൈൻ സെഗ്മെന്റിന് മന്ത്ലി തരാന്ന്. ഞാൻ വെറുതെ പൈസ അങ്ങനെല്ലാം പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി, ബാക്കി നമ്മൾ നോക്കിക്കോളാം, നിങ്ങൾക്ക് പ്രൊമോഷൻ എല്ലാം ഞാൻ തരാന്നെല്ലാം പറഞ്ഞു. അക്സെപ്റ്റ് ചെയ്യായിരുന്നു. നിങ്ങക്ക് വല്ലതും വരുമോ? നമുക്ക് എനിക്ക് ഞാൻ സംഭവം ആദ്യം വരും, പിന്നെ അത് അൺസെൻഡ് ചെയ്ത് പോകുന്നവരുണ്ട്, പിന്നെ വായിച്ച് റിപ്ലൈ കൊടുക്കേണ്ടത് പിള്ളേര്. അല്ല, ഇവനക്ക് റിപ്ലൈ ഇവൻ കൊടുക്കലില്ല എന്നാണ് എന്റെ ഒരു. പെമ്പിള്ളേർക്ക് ഞാൻ അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ല. അതുകൊണ്ടല്ല, പെമ്പിള്ളേര് നോക്കുമ്പോ ഇവരെ ബയോല കിട്ടണം 16, 17. അങ്ങനത്തെ പിള്ളേരെല്ലാം വന്ന് ചേട്ടൻ സൂപ്പർ പറഞ്ഞു. അപ്പൊ ഈ എനിക്ക് തോന്നി ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവർക്കും ക്രഷ് ആണെന്ന് പറഞ്ഞ് മെസ്സേജ് ആകുമ്പത്തിന് പിള്ളേര് വന്ന് ഇവനെ പ്രപ്പോസ് ചെയ്യും. ഞങ്ങൾ ആദ്യമേ മെൻഷൻ ചെയ്തിട്ടുണ്ട് 18 വയസ്സുള്ള ഒരു മാത്രം ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മതി. അതാണ് നിങ്ങൾ 18+ എന്ന് ആദ്യമേ എടുത്തിരുന്നത്. പക്ഷെ 18+ അല്ല കാണുന്നത്, ഇപ്പൊ കുഞ്ഞു പിള്ളേർക്ക് വരെ ഫോൺ. ഇപ്പൊ എന്തോ വരുന്നുണ്ടല്ലോ, ആധാറൊക്കെ വെച്ചാല് അക്കൗണ്ട് ഒക്കെ തുറക്കാൻ പറ്റും. കുറച്ചുകൂടി കുറെ ആൾക്കാരുടെ പേരൻസ് വന്നിട്ട് നമ്മളോട് പറയുന്നുണ്ട്, എന്റെ കൊച്ചു കാണുന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി കാണിക്കണ്ട, കൊച്ചുങ്ങൾക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. ആണല്ലോ 18+ കോണ്ടന്റ്. ഇപ്പൊ നമ്മളിപ്പോ ആക്ച്വലി ഇത് കാണിക്കാതെ ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ വരുന്നു, എന്തൊക്കെ കാര്യങ്ങളാ വരുന്നത്, മര്യാദക്ക് നോക്കാൻ പറ്റത്തില്ല. എന്റെ ഫീഡൊന്നും മര്യാദക്ക് നോക്കാൻ ഞാൻ തരത്തില്ല. ഇപ്പൊ ജെൻസി എന്ന് പറയുമ്പോഴേ ചില ആൾക്കാർക്ക് വന്നിട്ട് ഒരു ഇറിറ്റേഷൻ ആണ്. പക്ഷെ സത്യം പോയി നമ്മൾ 2K തൊട്ടുള്ള ആൾക്കാർ വലിയ ഈ 2003, 2002 വലിയ പ്രശ്നമൊന്നും അല്ല. ഞങ്ങള് ജെൻസി അല്ലേ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 90s സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 2005 ഇട വരെയുള്ള ആൾക്കാർ വലിയ കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങൾ ഇപ്പോഴത്തെ ഒരു മറ്റേ പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഓരോ ഗ്രൂപ്പ് തുടങ്ങുക, അതില് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റി തന്നെ മോശമായിട്ട് ഇടുക,
അങ്ങനത്തെ ഒത്തിരി. അപ്പൊ ഈ അതിന് റിയാക്ട് ചെയ്തൊരു റീൽ ഉണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? അപ്പൊ ഈ ആൾക്കാർ പറയുന്നത് ഇപ്പോഴത്തെ ജെൻസി പിള്ളേരും 2K പിള്ളേരും ഒക്കെ ഭയങ്കര പ്രശ്നമാന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ആൾക്കാർ നല്ലതും ഉണ്ട്. അതിനെ പറ്റുമ്പോ നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത്? അതിനെ പറ്റിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മേ ബി അത് അവര് ചിലപ്പോ അങ്ങനെ ആയിരിക്കും വളർന്നു രീതി, നമുക്കതിനൊന്നും പറയാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ നമ്മൾ അങ്ങനെ അല്ലെന്ന് ആരൊക്കെ നമ്മൾ വിളിച്ചു പറയാൻ പറ്റും? എല്ലാവരുടെ അടുത്ത് ചെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. 100ൽ 100 പേര് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അവര് പറയുന്ന പറയട്ടെ, നമുക്ക് നമ്മൾ കാര്യം ചെയ്തു പോവാം. ഓക്കെ, ഇപ്പം ഏറ്റവും കൂടുതൽ ഫസ്റ്റ് റീച്ച് കയറിയ ഒരു വീഡിയോ എന്തായിരുന്നു നിങ്ങളുടെ അക്കൗണ്ട്? തേർഡ് പേഴ്സൺ റിലേഷൻഷിപ്പില് തേർഡ് പേഴ്സൺ വരൂലേ? ആരൊക്കെ ഇല്ല, പക്ഷെ അത് കുറെ ആൾക്കാർക്ക് അവിടെ നിന്നാണ് തുടങ്ങിയത്. നമ്മുടെ ഫസ്റ്റ് കോണ്ടന്റ് വീഡിയോ ആണ് അത്. 3 million അതിലാണ് തുടങ്ങിയത്. അങ്ങനെ എന്തെങ്കിലും റിയൽ സ്റ്റോറി കേട്ടിട്ടുണ്ടോ? ഫ്രണ്ട്സ് സർക്കിളിന്റെ ഇടയിലും അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് ബെസ്റ്റ് വന്നു? എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഇടയിൽ നമുക്ക് അതാ സംഭവിച്ചിട്ടാണ് ഇപ്പം സംസാരിക്കാണ്ടായത്. തേർഡ് പേഴ്സൺ വന്നു, ഓളെ കൊണ്ടുപോയി. ഇപ്പൊ ഞാൻ ഒറ്റക്കാണ്. അതൊരു കോമൺ ആയിട്ട് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം. റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ബെസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ എങ്ങനെയാണ്? പക്ഷെ ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയും. ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ സത്യം ഒരു പേടിയാ. ആൾക്കാരത് വേറെ രീതിയിൽ സത്യം. ഇപ്പൊ നമ്മളിപ്പം പറയുവാണ് അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മീനിങ് എന്ത്? ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ സങ്കടങ്ങളും ഹാപ്പിനെസ്സും പഴയ പോലെ ഒരു വേർഡൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഓരോ വേർഡ്സിനും ഒരു റീസൺ ആണ്. നമ്മൾ റോട്ടിൽ പോയി എന്നിട്ട് ഒരു വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെടുക്കുന്ന രീതി ആയിരിക്കത്തില്ല. ഇപ്പൊ ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കുന്ന രീതി എന്തായിരിക്കും മനസ്സിലാക്കുക? അങ്ങനത്തെ വീഡിയോ ഞാൻ അതിനെ എതിർത്തുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ രീതിക്ക് അല്ല, അതിനെന്താ ആ ഗെയിമിന്റെ കാര്യം വെച്ചിട്ടാണ് കളിക്കാൻ പോകുന്നത്. അങ്ങനെ ഇടുമ്പോഴത്തേക്കും ആ റീലിപ്പോ കാണാനുള്ള റീസൺ എന്താ? അത് ഞാൻ പറഞ്ഞു ഭയങ്കര കുരുട്ട് പറ്റിയ. പക്ഷെ അത് കറക്റ്റ് ആണ്. ഇപ്പൊ നമുക്കൊന്നും അങ്ങനെ പറയാനൊന്നും പറ്റുന്നില്ല. എന്ത് പറഞ്ഞാലും ആൾക്കാർ ഒരു ചിരിയും ഡബിൾ മീനിങ്ങും ആയിട്ട് എടുത്തു വെച്ചേക്കും. പിന്നെ പണ്ടൊക്കെ നമ്മൾ എന്ത് കണ്ടുപിട്ടാലും കയറുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഓഡിയൻസ് എന്താ വേണ്ടത് അത് കൊടുക്കണം. അതെ, സത്യം. നമുക്ക് റീച്ച് റീച്ച് അല്ല, നമ്മൾ എന്ത് കൊടുക്കുന്ന ആ രീതിക്ക് ഇരിക്കും. ഇപ്പൊ നമ്മള് ഡെയിലി പോയിട്ട് ഒരു ലവ് സ്റ്റോറി എടുത്തു, നല്ല ഭംഗിയുള്ള ലവ് സ്റ്റോറി, അതിപ്പോ 4-5 പേര് അപ്പുറം ചെയ്ത് കാണും. ഇത് ഭയങ്കര കോമ്പറ്റീഷൻ. സ്റ്റോറി എഴുതുന്നേ നീയല്ലേ കൂടുതൽ സ്റ്റോറി ക്രിയേറ്റ് ഇവിടെ നല്ലവനാക്കി ആ കൊച്ചിനെ നീ അല്ല സത്യം തോന്നിയിട്ടില്ലേ? എനിക്ക് തോന്നിയാണ് ഇവൻ നല്ലവൻ, ഞാനാണ് ബാഡ് ഗേൾ ആണ്, എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് വേറെ ബെസ്റ്റി ആണ്. സംഭവം എന്താ അറിയോ? എന്റെ മൈൻഡിൽ ഒരു ക്യാരക്ടർ ഉണ്ടാവും, മനസ്സിലായ? അപ്പൊ ആ ക്യാരക്ടർ എനിക്ക് ഇവളെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളത് എനിക്ക് മാത്രമല്ല എന്റെ അക്കൗണ്ടിൽ കേറിട്ട് എല്ലാ സ്റ്റോറിയിലും നീ അങ്ങനെ പറയില്ല. ഇവൻ സിഗരറ്റ് വലിക്കുന്നില്ല, ഞാൻ ഇവിടെ സിഗരറ്റ് വലിച്ചു. അല്ലല്ല, ഫസ്റ്റത്തെ ഒരു 10 വീഡിയോസ് ഒക്കെ എന്നെ കുറിച്ച് ഞാൻ സ്വയമായിട്ട് ചവിട്ടി തന്ന വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടില്ല. അതൊന്നും കാണാൻ മറ്റേ വീഡിയോ കാണുമ്പോ നമുക്ക് ഈ കൊച്ചിനെ ഒക്കെ എടുത്തിട്ട് ചവിട്ടി കൊല്ലാൻ തോന്നുന്നു ചില വീഡിയോയില്. പക്ഷെ വേറൊരു ഇന്റർവ്യൂ പറഞ്ഞത് എന്നെ കൊല്ലാൻ തോന്നുന്നു സത്യമായിട്ടും. എനിക്ക് അങ്ങനെ തോന്നില്ല. എനിക്ക് വലിയ പാവം പോലും. ആ ഇന്റർവ്യൂവിന് ശേഷം നീട്ട കോണ്ടന്റ് നീ എന്നെ ഒന്ന് എടുത്ത് നോക്കി, എനിക്ക് കിട്ടാണ് വെപ്പ്. അവളല്ലാതെ തല എന്ത് ചെയ്യാൻ അഭിനയിക്കണ്ടേ? ഞാനൊരു വേറൊരു റീൽ നിങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ ഈ വെർജിനിറ്റി മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം, അതിലിപ്പോ മിക്ക കോമന്റ്സ് വന്നിട്ടുള്ളത് ശരിയാണ്. ചില ആൾക്കാർ പറയുന്നു വെർജിനിറ്റി ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ നോക്കിട്ടെന്ന് വെച്ചാൽ ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു കോണ്ടന്റ് ഇട്ട സമയത്ത് ഒത്തിരി, അപ്പോഴും അവൻ നല്ലവരും കേട്ടോ അവിടെ, ഞാനാ ബാഡ്. അപ്പൊ അതിന് ഒത്തിരി കോമന്റ്സ് വന്നതിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കോമന്റ് ഓർമ്മയുണ്ടോ? എന്തെങ്കിലും വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കോമൺ ആയിട്ടുള്ള കമന്റ്സ് ആയിരുന്നു. പക്ഷെ ആർക്കും അറിയില്ല, അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലർ കുറെ ആൾക്കാർ ഏറ്റെടുത്തു, കുറെ ആൾക്കാർ എതിർത്ത് പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞു. റിയാക്ഷൻ വീഡിയോസ് ഇഷ്ടംപോലെ വന്നു. ബട്ട് നമ്മളെന്താ പറഞ്ഞത്, നമ്മള് ഒരാളുടെ മൈൻഡ് സെറ്റ് ആണ് നമ്മളവിടെ കാണിച്ചത്. അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു രീതിക്കാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ നമ്മളത് എതിർത്ത് പറയേണ്ട നമുക്ക് റിയാലിറ്റി എന്ന് പറയുമ്പോ ഇപ്പം മൈനേഴ്സ് ആയിട്ടുള്ള ഗേൾസും ബോയ്സ് ആണ് കൂടി വെർജിൻ അല്ല. അതല്ല, ഓ സത്യം, വെർജിൻസ് അല്ല. ഞാൻ ഈ പ്രായം കഴിഞ്ഞ് വന്ന എന്നിട്ട് എന്ത് ഉമ്മ വെച്ച കൊച്ചുണ്ടാവെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മള് സ്കൂൾ പിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര വേറൊരു എന്റെ ജനറേഷനിലുള്ള പിള്ളേരായിട്ട് ഭയങ്കര ജനറേഷൻ ഗ്യാപ്പാ.
നമ്മളെക്കാൾ ഏജ് ഉള്ളവരൊക്കെ ആയിട്ട് കുറച്ചുകൂടെ കണക്ട് ആവും. കണക്ട് ആവും. ഇപ്പൊ 1 വയസ്സ് 2 വയസ്സ് മൂത്തൊക്കെ ആയിട്ട് കണക്ട് ആവും. പക്ഷെ നമ്മുടെ അതേ ഏജ് ഉള്ളവരായിട്ട് അവർ സംസാരിക്കുന്നത് കേൾക്കണം നമ്മളിങ്ങനെ ഇതൊക്കെ നോർമൽ ഇവിടെ നോർമൽ. ഇന്നൊരാള് നാളെ മറ്റു ഞാൻ ഇങ്ങനെ നോക്കും. ഞാൻ കാണുമ്പോ ഞാൻ ഇങ്ങനെ ചിലടത്ത് ചോദിക്കും, ചേച്ചി കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്കും എന്റെ ഒരു പുള്ളിക്കാരിയെ കണ്ട സമയത്ത് ഇങ്ങനെ ചോദിച്ചു, പുള്ളിക്കാരി 28 എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ ഞാൻ വെച്ചു ഞാൻ എന്ത് തള്ളം ഇപ്പൊ കെട്ടിക്കഴിഞ്ഞിട്ട് ചോദിച്ചത്. നോ, എനിക്ക് സിറ്റുവേഷൻഷിപ്പാണ്, ഇന്നൊരു ഡേറ്റിംഗ് ഉണ്ട്, നാളെ ഞാൻ ഓരോ ദിവസം പുള്ളിക്കാരി ഇങ്ങനെ ഡേറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ എന്റെ ദൈവമേ, എനിക്ക് അപ്പൊ മനസ്സിലായി ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ നല്ലത് കിട്ടും, നല്ല പെണ്ണുങ്ങൾക്ക് നല്ല ആണുങ്ങളെ കിട്ടും. ഇതാണ് സത്യം ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു ജനറേഷൻ. ഡേറ്റിംഗ് എന്ന് പറഞ്ഞ സാധനമൊക്കെ പലരും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മളിത് ഇതുവരെ നമ്മള് ലൈൻ അടിക്കാൻ ഞാനൊക്കെ കണ്ട അല്ല ഇഷ്ടപ്പെട്ടു എന്നാ പോയി പറയാം. അല്ല ഡേറ്റിംഗ് എന്നുള്ള രീതിക്ക് നമ്മുടെ സ്കൂളിലെ ഫ്ലെയിംസ് അത്രേ ഉള്ളൂ. സിസ്റ്റർ വന്നതിനെ വിട്ട് കളയണം. സിസ്റ്റർ വന്ന പിന്നെ അടുത്ത് വരുത് അതൊന്നും വേണ്ട. നമുക്ക് ഫ്ലെയിംസില് എല്ലും എമ്മും വന്ന സെറ്റ് അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഡേറ്റിംഗ്. പക്ഷെ ഡേറ്റിംഗിന്റെ ആക്ച്വൽ മീനിങ് എന്തുവാ? അത് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്തുവാ? ഡേറ്റിംഗിന്റെ ആക്ച്വൽ മീനിങ് ശരിക്കും പലരും ഡേറ്റിംഗ് ഉദ്ദേശിക്കുന്നത് പലതിനുമാണ്. ശരിക്കും നമ്മൾ ഡേറ്റിംഗിന് പക്ഷെ റിയൽ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് ആയാലും ഇരുന്ന് സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സിലായില്ലേ എന്താണ്? ശരിക്കും ഡേറ്റിംഗ് ഒരു 20 മിനിറ്റ്സ് കൊണ്ട് എടുക്കുന്ന കാര്യമല്ല. പലരും 1 ഇയർ ആയിട്ട് ഡേറ്റ് ചെയ്യുന്നവരുണ്ട്, 2 ഇയേഴ്സ് ഡേറ്റ് ചെയ്യുന്നു, എന്നിട്ട് വർക്ക്ഔട്ട് ആവാത്തവര് ഒഴിവാക്കുന്നവരൊക്കെ ഉണ്ട്. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കാനാണ് ഈ ഒരു ഡേറ്റിംഗിന്റെ സംഭവം. അതുകൊണ്ട് പണ്ടുള്ള ആൾക്കാർ ഫോറിനേഴ്സിൽ നമ്മള് ഡേറ്റിംഗിന് പോയി എന്ന് പറയുമ്പോൾ അത് കേക്ക് ഒരു സുഖമുണ്ട്. ഇപ്പൊ ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ പറയാൻ പറ്റുന്നില്ല, ഒരു രസമില്ല കേൾക്കാൻ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാർ ഓരോ ജനറേഷൻ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പഠിച്ച സ്കൂളിലെ പിള്ളേരും ഇപ്പോഴത്തെ സ്കൂളിലെ പിള്ളേരൊക്കെ കാണുമ്പോഴത്തേക്ക് ഫോണൊക്കെ നോക്കി ഫുൾ ടൈം ഫോൺ. ഞാനൊക്കെ സ്കൂളിൽ പേടിച്ച് ഫോൺ കൊണ്ടുപോയിട്ടില്ല, എന്നാലും കലോത്സവത്തിന് കൊണ്ടുപോകണമെങ്കിൽ പോലും പേടിയാ എനിക്ക്. അല്ല, ഞാൻ ഒരു വട്ടം ഫോൺ കൊണ്ടുപോയി 8 പഠിക്കുമ്പോ ഫോൺ കൊണ്ടുപോയി എന്റെ ഫോൺ പിടിച്ചു വെച്ച്. എന്നിട്ട് അമ്മ വന്നാലും തരത്തില്ലെന്ന് പറഞ്ഞു. അമ്മയൊക്കെ അമ്മ വന്ന് പറഞ്ഞു ഇവന് ഫോൺ കൊടുക്കണ്ട, അവൻ വീട്ടിൽ വന്നാലും ഫോണാണ്. ഞാൻ ഫോണുമില്ല ഒന്നുമില്ല, എന്നിട്ട് എങ്ങനെ ഇരിക്കുക. അപ്പൊ ഒരു മാസം എന്തോ അവിടെ വെച്ച് കേട്ടാ. 1 മാസം കഴിഞ്ഞ് എനിക്ക് ഫോൺ വന്നപ്പോ എനിക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട്. ഇപ്പൊ പറഞ്ഞാൽ എനിക്കും റിലേറ്റബിൾ ആണ്. എന്റെ സ്കൂളില് +1 ലൈൻ ബുക്ക് ചെയ്ത സമയത്ത് എന്നെ നേരെ സ്കൂളിലോ പഠിച്ചേ. ഞാനല്ല എന്നെ നോക്കുന്നേ അവളെ. അപ്പൊ എന്നെ ഹോസ്റ്റലിലാക്കി. എന്ത് ഫോണൊന്നും എനിക്ക് നല്ല അടിയും കിട്ടിയത് മാമന്റെ ലൈൻ അടിക്കുന്നൊക്കെ ചിലരൊക്കെ പണ്ടൊക്കെ വേറെ സംഭവം ഉണ്ട്, പറയാൻ പാടില്ല. പക്ഷെ സ്കൂളില് ഫോണൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് ലേലത്തിലൊക്കെ വെച്ച് മറിച്ചൊക്കെ വെക്കും. സത്യം തരത്തില്ല. എന്റെ 2-3 കൂട്ടുകാരുടെ ഫോണൊക്കെ ലേലത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ വെച്ചാൽ ഭയങ്കര കോമഡി ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ റിലേഷൻഷിപ്പിൽ? സ്കൂളിൽ റിലേഷൻ ഉണ്ടായിരുന്നു അക്ഷയ്ക്ക്? ഇല്ല. അമ്മ ഒന്നും പറയത്തില്ല, സ്കൂളിലെ കാര്യമാണ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല സ്കൂളിൽ ഉണ്ടായിരുന്നു. ഹായ് ബൈ ആ ടൈപ്പ് ആയിരുന്നു. അപ്പൊ നിനക്ക് അങ്ങനെ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ സ്കൂളിൽ പഠിക്കുമ്പോ? ഇഷ്ടമല്ല ഉണ്ടായിരുന്നു. അതിനെന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്? ബ്രേക്കപ്പ് എന്തോ ഞാൻ ബ്രേക്കപ്പ് ആക്കി. ഇപ്പോഴത്തെ ബ്രേക്കപ്പും പണ്ടത്തെ ബ്രേക്കപ്പും നോക്കാൻ വേണ്ടിട്ട്. അല്ല, അത് ആ ബ്രേക്കപ്പ് വലിയൊരു സ്റ്റോറി, അത് ഇവിടെ പറയാൻ പറ്റില്ല. ചെറിയ സ്റ്റോറി അല്ല. എന്നാൽ എന്ത് റീസൺ ആയിരുന്നു ബ്രേക്കപ്പ് ആക്കിയത്? അവന്റെ എക്സിന് എന്തോ ബെസ്റ്റ് അത്രേ ഉള്ളൂ. അതിലെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ബെസ്റ്റ് കാര്യങ്ങളും അതും. പിന്നെ ബെസ്റ്റ് ഒരു വില്ലനാണ് ആക്ച്വലി ഇപ്പോഴത്തെ ജനറേഷനിൽ. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഇരിക്കുന്ന ആൾക്ക് ഒരു ഫ്രണ്ട് വേണോ വേണ്ട? ചിലർക്ക് ഫ്രണ്ട് കാണുന്നത് നോർമൽ ആയിട്ട്, പക്ഷെ ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറയട്ടെ. ഫ്രണ്ടിനെ എടുക്കാം, അതൊരു വെൽവിഷർ ആയിട്ട് കൊണ്ടുനടക്കാം. അല്ലാണ്ട് 24 hours കൊണ്ടുനടക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു പാർട്ട്ണറിൽ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ നോക്കാം. ഫാർ ബെറ്റർ. നല്ല പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആയിരിക്കും. അപ്പൊ ഇവനുള്ളപ്പോ എനിക്ക് വേറെ ബെസ്റ്റ് ഫ്രണ്ടിന് തേടി പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവനോടൊരു കാര്യം പറയണം. പാർട്ട്ണറായിട്ട് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയണം. അവിടെയുള്ള പ്രശ്നം വരുന്നത്. വേറെ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്, പാർട്ട്ണറായിട്ട് വഴക്കടി രാത്രി 3 മണിക്ക് ബെസ്റ്റ് അങ്ങനെ ആ ബെസ്റ്റ് അങ്ങനെ പോട്ട് നിനക്ക് ഞാനില്ലെന്ന് പറഞ്ഞു മറ്റോ വഴക്കിട്ടിട്ട് ഇപ്പോഴും വരുമെന്ന് വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ എനിക്ക് പറയാനുള്ള വഴക്ക് ടൈം പെട്ടെന്ന് സോൾവ് ആക്കാം, ഇല്ലെങ്കിൽ ബെസ്റ്റ് വന്നെടുക്കും. അങ്ങനെ കുറെ ഇപ്പൊ അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കൊറേ നാള് പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കുന്നൊക്കെ വളരെ ചുരുക്കമാണ്. കഴിഞ്ഞിട്ട് പൊട്ടിപ്പോകുന്നവരുണ്ട്. റിലേഷൻഷിപ്പ് ഉള്ളപ്പോ ഓക്കെ, ഒരുമിച്ച് ജീവിക്കുമ്പോ അത് അവർക്ക് പറ്റുന്നില്ല. ഇപ്പഴത്തെ ഇതുണ്ടല്ലോ ലിവിങ് ടുഗദർ, അതിനോട് നിങ്ങൾ എന്താ പറയുക? ലിവിങ് ടുഗദർ ഞാൻ പറയാം, ഇപ്പോഴുള്ള കപ്പിൾസ് ലിവിങ് ടുഗദറിലോട്ട് കടന്നു പറഞ്ഞാൽ എല്ലാവരും ബ്രേക്കപ്പ് ആയി പോകും. അല്ല, സത്യം അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. കാര്യം പറയട്ടെ,
ഇപ്പോ 2 പാർട്ട്നേഴ്സ്, ചുരുക്കി പറയാം, 2 പാർട്ട്നേഴ്സ് ലിവിനായി ഇവർക്ക് കൂടുതൽ അടുത്തറിയാൻ പറ്റും. ഇപ്പൊ ഒരു വീട്ടിലൊരു ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ ഇവരുടെ തമ്മിലുള്ള ഈഗോ ക്ലാഷ് അവിടെ വർക്കാവും. അവിടെ ഒരു പെണ്ണിന്റെ ഉള്ളിലുള്ള ഫെമിനിസം പുറത്തു വരും, അവന്റെ ഉള്ളിലുള്ള ക്യാരക്ടർ പുറത്തു വരും. ഫെമിനിസം വാട്ട് ഈസ് ഫെമിനിസം? നീ ഫെമിനിസം എന്താന്ന് പറഞ്ഞിട്ട് പോയാ ഫെമിനിസ്റ്റ് എന്താ? ഫെമിനിസ്റ്റ് ഞാൻ ഒരു കാര്യം പറ്റും, ഇവിടെ ഫെമിനിസ്റ്റ് അവള് ഫെമിനിസ്റ്റാ, അത് അത്രയും വലിയൊരു കാര്യമല്ല. എനിക്കറിയുന്ന ഫെമിനിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഗേൾസിന് സപ്പോർട്ടീവ് ആയിട്ട് വോയിസ് റേസ് ചെയ്യുന്നവര് ഞാൻ ഫെമിനിസ്റ്റ് എന്ന് പറയും. ഗേൾസിന് സപ്പോർട്ട് ചെയ്യുന്ന മാത്രമല്ല, ഫെമിനിസം എന്ന് പറയുന്നത് ഇപ്പോഴും പല ആൾക്കാരും നീ ഒരു ഫെമിനിസ്റ്റാ, നീ ഒരു അതാ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇതില് ഇക്വാലിറ്റി വരും ക്ലീനിങ്ങിന്റെ കാര്യത്തില്. ഇപ്പൊ അവിടെ ഇപ്പൊ ഒരു ഈഗോ ഉള്ളൊരു ചെറുക്കനാണെന്ന് വിചാരിക്കും, ഒരാളെ വിചാരിക്കും അവന് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ചിലപ്പോ എന്റെ വീട്ടിൽ ഒന്നും ചെയ്യാത്ത അതാ കണ്ടോ. കാര്യം പറയട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു വീട്ടില് ആണും പെണ്ണും ജോലി ചെയ്ത് പെണ്ണിന് മാത്രം എന്താ കുഴപ്പം? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്, എന്താ കുഴപ്പം? പെണ്ണ് മാത്രം ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവിടെയാണ് പകുതി റിലേഷൻ പൊട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ മനസ്സിലാവില്ല ഇവർക്ക് തമ്മില്. മുമ്പ് ഇവര് വേറെ ആയിരുന്നു താമസിച്ചിരുന്നു, ഒരുമിച്ച് താമസിച്ചപ്പോ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി ഇല്ല, ഞാൻ പറയട്ടെ ഞാൻ അങ്ങനെയല്ല. ഞാൻ എല്ലാം ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. എന്ത് കാര്യമാണെങ്കിലും ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ഒരാളും കൂടി കഴിഞ്ഞാൽ ഒരാളും കൂടി അങ്ങനത്തെ ഒരു കാര്യം വേണ്ട. ഫ്യൂച്ചറിൽ അത് ഭയങ്കര വലിയ വള്ളിയാവും. ഇപ്പൊ ലിവിങ് ടുഗദർ മനസ്സിലാക്കിയ ബ്രേക്കപ്പ് ആവുന്നു, കല്യാണം കഴിയുമ്പോഴും അവർ അത് ആ ഫേസ് കാണുമ്പോ അവർ വിചാരിക്കുന്നത് എന്തിനും കെട്ടണ്ടായിരുന്നു. അതാ പറഞ്ഞ കുറച്ച് മുന്നേ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് മുന്നേ. എന്താണ് അക്ഷയുടെ ഒരു തോട്ട് ലിവിങ് ടുഗദർ ചെയ്ത് നമ്മൾ ഒരാളെ മനസ്സിലാക്കാം, എങ്ങനെയാണ് പ്രേമിക്കും പോലെയല്ല ഒരുമിച്ച് ജീവിക്കുമ്പോഴൊന്നും പല ആൾക്കാരും പറയാറുണ്ട്. അപ്പൊ അതിനെ പറ്റി ഇപ്പൊ അത് ചെയ്യണോ? ലിവിങ് ടുഗദർ വേണോ ആക്ച്വലി? അല്ലാണ്ട് വെറുതെ കല്യാണം കഴിച്ചിട്ട് ഒരു അമ്മ ഇന്ന് വീട്ടിൽ പോയി ചട്ടമൊക്കെ വെച്ചിട്ട് അടിക്കുന്നതാണോ? അല്ല, ലിവിങ് ടുഗദർ വേണം. അല്ലാണ്ട് ചുമ്മാ ഈ നാട്ടുകാരെയും വിളിച്ചുകൂട്ടി കല്യാണം കഴിച്ച നാളെ ഡിവോഴ്സ് ആവേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ ഫ്രണ്ട്സാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആവുകയാണെങ്കിൽ പോലും എന്നെ മനസ്സിലാക്കിയിട്ട് വർക്കൗട്ട് അല്ലെ അവനെ ഒഴിവാക്ക്, ഞാൻ നിന്റെ കൂടെ നിൽക്കാന്ന് ആ രീതിക്കാണ് അമ്മ അങ്ങനെ പറയാം. മാക്സിമം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മതി. അപ്പൊ ഞാൻ ഇവരും കൂടി വഴക്കിട്ട് അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തുള്ളൂ. പക്ഷെ ഒരു ഗുഡ് പാരന്റിങ് ഉള്ള നല്ലൊരു കാര്യം. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മയോട് പോയി നമുക്ക് പറയാണ്ടുള്ള ഒരു ഇപ്പോഴത്തെ പാരന്റിങ് എന്ന് പറഞ്ഞാൽ പിള്ളേരെ അങ്ങ് ഇതാക്കി വിട്ടിക്കുക, അവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. പക്ഷെ അവിടെ ഒരു ബോണ്ടിങ് ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ അവർക്ക് ഇപ്പം ചില ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് ഭർത്താവിന്റെ പീഡനം കൊണ്ട്. ഒത്തിരി സംഭവം കേൾക്കുന്നുണ്ട്, സ്ത്രീധനത്തിന്റെ കാര്യം കുഞ്ഞ്. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് അവരൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് അവര് ചോദിക്കുന്ന വെച്ചാൽ ഇത്രയും സ്ത്രീധനം കൊടുത്ത് നല്ല പൈസക്കാരൊരു കെട്ടിച്ചു നോക്കുമ്പോ എന്റെ മോള് ഹാപ്പിയാണ്. അതെന്താ സംഭവം അറിയോ? പലർക്കും ഇപ്പോഴും നാട്ടുകാരെ ബോധിപ്പിക്കണം. ഇതൊരു കാര്യം ഉണ്ടായി കഴിഞ്ഞാ നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോയുള്ളൂ, ഇങ്ങോട്ട് വന്നത് നാട്ടുകാരെന്ത് വിചാരിക്കും? അതൊക്കെയാണ് കൊച്ചായില്ലേ കല്യാണം കഴിഞ്ഞ വിത്തിൻ 2 ഇയർ കൊച്ചുങ്ങളായില്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ കുറെ ആന്റിമാരൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊക്കെ ഭയങ്കര കോമഡിയാണ്. അവരുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ചില സമയത്ത്, കൊച്ചായില്ലേ അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ ഒരു 20 വയസ്സ് കഴിയുമ്പോഴത്തേനും കല്യാണം നോക്കുന്നില്ലേ? കൊച്ചെ പെൺകുട്ടികളാണ് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണം. മാരേജ് പ്രായം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? 28, 27, 26. ഓക്കെ, ഇനിയും കിടപ്പുണ്ട്. അന്ന് 28 ആകുമ്പോൾ നീ പറയും വേണ്ട 35 ആകുമ്പോൾ മതി എന്ന് പറയാം. ഓരോ ഏജ് കഴിയുമ്പോൾ ഓരോ തോട്ട. എനിക്ക് 18 വയസ്സിൽ ഞാൻ എള്ളോളം തരികയെന്ന് എനിക്ക് അപ്പുറം 18 വയസ്സാ കാത്തിരിക്കുന്നു. ഇപ്പൊ ആണെങ്കിലും പോയിരുന്നെങ്കിൽ പോയിട്ട് പിടിച്ചോണ്ടോ? അതാ ചോദിച്ചത്, പിടിച്ചോണ്ടോന്നാണോന്ന്. പോയില്ല, അത് എന്റെ അപ്പഴത്തെ ഒരു പൊട്ട ബുദ്ധി. ഞാൻ ഫോൺ അഡിക്റ്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും ഏട്ടായിനെ വിളിച്ചിരിക്കുവായിരുന്നു. ഞാൻ എന്നെ വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നം. 18 വയസ്സാകുമ്പോ എന്തായാലും ഞാൻ ഇങ്ങനെയാണ്. പക്ഷെ പിന്നെ നല്ല ബോധം വന്നു. 18 വയസ്സിൽ തോന്നുന്നു പെട്ടെന്ന് കല്യാണം കഴിക്കണം. മറ്റേ മൂവീസിലൊക്കെ കണക്ക് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ഫാമിലി. പലർക്കും 2 ലൈഫും അറിയില്ല. സിനിമ 20 ആവുമ്പോഴത്തേക്കും നമുക്കൊരു കല്യാണമേ വേണ്ട. കുറെ ആൾക്കാരുണ്ട് എന്റെ ഫ്രണ്ട്സ്, നേരത്തെ 18 വയസ്സ് കെട്ടിയിട്ട് ഒരു കൊച്ചൊക്കെ പറയും ലൈഫ് മടുത്തു. ഞാൻ അന്ന് ഓടിയതല്ലേ. ഞാൻ ഇങ്ങനെ പറയാം, ഇവര് ഈ റീൽസ് കണ്ടോ ഇതാണ് ലൈഫ്. ഈ ചില കപ്പിൾസിന്റെ റീൽസ് ഉണ്ട് ഭയങ്കര സ്നേഹത്തോടെയൊക്കെ ഇടുന്നു അങ്ങനത്തെ. അപ്പൊ ഇവരൊക്കെ ഇതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ. പക്ഷെ ആക്ച്വലി നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ വേണം, പെണ്ണായാലും ആണായാലും. നമുക്ക് കയ്യിൽ എന്തെങ്കിലും ജോലിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറയട്ടെ, ഒരു കൊച്ചുണ്ടായ കൊച്ചിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മള് മനസ്സിലായില്ലേ? കറക്റ്റ് കാര്യം. നീ നന്നായിട്ട് വരും കല്യാണം കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അപ്കമിങ് നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ?
ഇങ്ങനെ ഇപ്പൊ കണ്ടൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇനി അടുത്തൊരു നിങ്ങൾ ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് എടുത്തു, ഇനിയിപ്പോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാങ് ചില ആൾക്കാർ കോണ്ടന്റ് എടുക്കും, നിങ്ങൾ അതിലോട്ട് നമുക്ക് താല്പര്യമില്ല. ഫ്രണ്ട്സ് ഉണ്ടെങ്കിലല്ലേ അതിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് റീച്ച് ആയ സമയത്ത് മിണ്ടാത്ത ആൾക്കാരെ മിണ്ടിയിട്ടുണ്ടോ? മിണ്ടിയ ആൾക്കാര് മിണ്ടാതായിട്ടുണ്ട്. അതെന്താ സാധാരണ മിണ്ടാത്ത ആൾക്കാരെ മിണ്ടുന്നേ? അല്ല അങ്ങനെയുണ്ട്, മിന്റെ ആൾക്കാർ മിണ്ടാണ്ടായിട്ടുണ്ട്. ഓ ഇവൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി, റീച്ചായി മാറിയെന്ന് പറയും. അയ്യോ അവന്റെ കോണ്ടന്റ് ഒക്കെ എന്ത് 4 തെറി വിളിച്ചു കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് കാണുന്നത് നെഗറ്റീവ് മാത്രം. അതിനകത്തുള്ള എനിക്ക് ഒരുത്തിയുണ്ട്, അവൾക്ക് എന്നെ ഇഷ്ടമേ ഇല്ല, പക്ഷെ എന്നെ ഫോളോയിങ് ആണ്, അവൾ കാണുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല. അവൾ എന്റെ റീലിൽ ലൈക്ക് ഇടും, പക്ഷെ എന്നെ പറ്റി ഒരാൾ ബാഡ് പറഞ്ഞ റീൽ എനിക്ക് നീ ഇത് കണ്ടോ? ഞാൻ കണ്ടു, പക്ഷെ എന്റെ റീലിലോ എനിക്ക് നല്ല കാര്യത്തിലൊന്നും ഒരു അപ്രിസിയേഷനും തരത്തില്ല. പക്ഷെ നമ്മളെ പറ്റി ഒരു ബാഡ് ഇപ്പൊ ഒരു റിയാക്ട് ചെയ്യുന്ന ഒരാൾ നമ്മൾ ഭയങ്കര മോശമായിട്ട് അതങ്ങ് അയച്ചു എന്നിട്ട് പറയും നീ ഇത് കണ്ടില്ല. ഞാൻ ആ മെസ്സേജ് നോക്കത്തില്ല, അവളെ ചെന്നാലും പിന്നെയും കൊച്ചെന്ന് വെച്ചാ അവർക്ക് നമ്മളെ ഇഷ്ടമല്ലെങ്കിലും ഇത് കാണണം. അവർക്ക് ഡയറക്റ്റ് കാണിക്കാൻ പറ്റത്തില്ല ഇഷ്ടമല്ലെന്ന്, ഏതെങ്കിലും ഒരു വഴി കൂടെ കാണിക്കണം. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നീ ഇത് കണ്ടോ ഇങ്ങനത്തെ എന്തെങ്കിലും ചോദിക്കുന്നത്? അങ്ങനെ ഇല്ല, അങ്ങനെ അയച്ചു തന്നിട്ട് ഇങ്ങനെ പറയും എടാ നീ ഇതിന് റിയാക്ട് ചെയ്യണ്ട, അതൊരു റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്, അത് അങ്ങനെ വിട്ടേക്കെന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. എനിക്കും അങ്ങനെ ഇത് തുടങ്ങിയതിന് ശേഷം നമുക്ക് അറിയുന്നവരാരും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല, നമ്മൾ അറിയാത്ത ആൾക്കാരില്ലേ, സ്ട്രേഞ്ചേഴ്സ് ഒക്കെ എല്ലാം വന്നിട്ട് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി മെസ്സേജ് അയക്കും. അറിയുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഹെയ്റ്റും സ്പ്രെഡ് ആക്കി വിടും. സത്യം, അത് മാത്രമല്ല നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും ആളില്ലായിരുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് ഞങ്ങൾ എടുത്തോട്ട് വന്നോണ്ട് ഈ ഷാരോണ് അവരൊന്ന് പറഞ്ഞു എടാ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തരാം നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ നമുക്ക് എപ്പോഴും അവരെ വിളിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു ഇതല്ല വിചാരിക്കും, പക്ഷെ എന്നാലും അവര് വരും, ഹെൽപ്പ് ചെയ്യും. അത് വലിയൊരു ഞങ്ങളുടെ ആൾക്കാരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞത് അത് വലിയൊരു ഹാപ്പി ആയിട്ടുള്ള. നിങ്ങൾ പുറത്ത് ഫാൻസ് ഒക്കെ വരാറുണ്ട്? മുമ്പില്ലായിരുന്നു ഫാൻസ് രീതിക്കല്ല, ഫോട്ടോ എടുക്കാനും വരാറുണ്ട്. അതിനാണ് ഫാൻസ് എന്ന് പറയുന്നത്. നമ്മൾ അവരങ്ങനെ ഇതാക്കാറുണ്ട്. നമ്മൾ നീ ഡോട്ട് വർത്ത് അങ്ങനെ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ നാളെ സ്റ്റുഡിയോയില് പോകുമ്പോഴത്തേനും ഒരു പയ്യൻ വന്ന് ഫോട്ടോ ചോദിക്കും, സംസാരിക്കും, നല്ല വീഡിയോസ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ പറ. അങ്ങനെ ഏതെങ്കിലും സ്ട്രേഞ്ചർ വന്നിട്ട് ഒരു മനസ്സ് തട്ടി നിൽക്കുന്ന ഒരു അപ്രിസിയേഷൻ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരാള് വേറെ എന്തെങ്കിലും നോക്കും പെട്ടെന്ന് ഓർമ്മ വയ്ക്കത്തില്ല. ഇപ്പൊ ഒരാൾ ചിലപ്പോൾ കൊള്ളത്തില്ലാന്ന് ചിലപ്പോൾ കൊള്ളാന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും അങ്ങനെ ഒരു മെമ്മറി ഉണ്ടോ? ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കാൻ ട്രെയിനിലൊക്കെ പോകുമ്പോ ഒരു പുള്ളി വന്ന് സംസാരിച്ചിട്ടൊക്കെയുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഈ ജെൻസി പിള്ളേരാണോ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ വ്യൂസ് കാണുന്നത്? 18 above. 18 above ആണ്. അത് കാണിക്കത്തുള്ളൂ ഇതിനകത്ത്. 18 പ്ലസ് ഇങ്ങനെ ഇട്ടിട്ട് അല്ല ഇതിനകത്ത് കാണിക്കത്തുള്ളൂ, അതിന് താഴെയുള്ളത് കാണിക്കത്തില്ല. ഏജ് ഗ്രൂപ്പ് കാണിക്കത്തില്ലല്ലോ. കാണിക്കത്തില്ല. ഓക്കെ. അമ്മയോട് ഇപ്പൊ ഇങ്ങനെയല്ല ഷെയർ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇങ്ങനത്തെ കോണ്ടന്റ് എടുക്കുന്ന സമയത്ത് അമ്മ അത്രയും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്രയും ഇതായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അമ്മ ഇങ്ങനെ ഏതെങ്കിലും ഇത് വേണ്ടാന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് വേണ്ടാതെ പറഞ്ഞിട്ടില്ല. ഓക്കെ. ഞാൻ വല്ലതൊക്കെ ആയിരിക്കണം എന്റെ ഞാൻ ഇതൊക്കെയാണോ ഞാൻ നാട്ടുകാരെ എങ്ങനെ നോക്കും നീ ഇത് അയ്യോ ഞാൻ ഒരിക്കൽ ബസ്സിന്റെ സംഭവം ഇട്ട സമയത്തായാലും എന്റെ വീട്ടിലുണ്ട് നാട്ടുകാരുടെ മുഖത്ത് ഇങ്ങനെ നോക്കും, നിനക്ക് ആൾക്കാർ നിന്ന് ട്രോള് കണ്ടില്ലേ? അങ്ങനെയാണ് അവര് ഈ പറയുന്നത്. ചില ആൾക്കാർ എന്ന് വെച്ചാൽ ഉള്ളിലോട്ട് അവര് തമിഴ്നാടാണ്, പക്ഷെ ഞാൻ തമിഴ്നാട്ടിൽ ഇത്തിരി നല്ല ആൾക്കാരുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അവർക്ക് ഇങ്ങനെ ഭയങ്കര ഒരു ഇതാണ്, എന്തെങ്കിലും ആൾക്കാർ കാണും എന്ത് വിചാരിക്കും, കുടുംബത്തെ പറഞ്ഞ പെൺകുട്ടികൾ റീൽസ് എടുക്കില്ല. അങ്ങനെ ആൾക്കാർക്ക് കുറെ ആൾക്കാർക്ക് റീൽസ് എടുക്കാൻ ഇഷ്ടം ഉണ്ടായിട്ട് വീട്ടുകാരെ പേടിച്ച് കഴിവുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. എന്റെ ഫാമിലി ആണെങ്കിൽ അമ്മയും അച്ഛനും എല്ലാവരും സപ്പോർട്ടാണ്. അങ്ങനത്തെ ഫാമിലി ഭയങ്കര ലക്കിയാന്ന് എനിക്ക് പറയാനുള്ളൂ. ചില ആൾക്കാർക്ക് ഇപ്പോഴും ഒത്തിരി കഴിവുള്ള പാട്ട് പാടാനാലും ഡാൻസ് കളിക്കാനുള്ള ഒത്തിരി കഴിവുള്ള ആൾക്കാരൊക്കെ ശരിക്കും പലരും കൂടുതലും അവരുടെ ഫാമിലി അമ്മ അച്ഛനേക്കാളും കൂടുതലും മാമൻ അമ്മായി അവരെയൊക്കെ കുറിച്ച് നോക്കാൻ മാമനും അമ്മായി ഇങ്ങനെ ഭയങ്കര നമുക്ക് നമ്മുടെ അമ്മ അച്ഛനും ഇതാക്കിയാൽ മതി, ബോധിപ്പിച്ചാൽ മതിയല്ലോ, ബാക്കിയുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഫാമിലി അങ്ങനെയാണ്. എന്റെ അമ്മ പറയുന്നത് നിന്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ കുഴപ്പമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കുഴപ്പം, നീ ചെയ്തോ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ് വീട്ടുകാർക്കെല്ലാം. ഇപ്പം ഇനി നിങ്ങൾ മൂവിയൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത്, നാളൊരു ഓക്കെ മൂവി ഇപ്പം അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, എങ്ങനത്തെ ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു ആരുടെ കൂടെ അഭിനയിക്കണം അങ്ങനെ നമുക്ക് ഡ്രീം കാണുമല്ലോ, നമുക്കിങ്ങനെ ചെയ്യും, നമുക്കിങ്ങനെ ഒരാളെ കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സീനെങ്കിലും അഭിനയിച്ചിരുന്നെങ്കിലും തോന്നേ? അതാണ് പ്രശ്നം. ആഗ്രഹിച്ചതേ ഉള്ളൂ, അപ്പൊ തന്നെ അനൗൺസ് ചെയ്യുന്നു പുള്ളി പടം നിർത്തി. കുഴപ്പമില്ല, വേറൊരാളെ ആഗ്രഹിച്ച് നമുക്ക്
ഓക്കെ. പക്ഷെ വിജയ് മൂവി നിർത്തി ഭയങ്കര വിഷമം, ഒത്തിരി ഫാൻസിന് ഭയങ്കര എനിക്ക് ഭയങ്കര Die hard സങ്കടമായി. fan ആയിരുന്നു. ഫാനായിരുന്നു. ഓക്കെ. അതെനിക്ക് ചെറുപ്പം തൊട്ട് ഞാൻ ചെറുപ്പം മുതല് തുല്ലാതെ മണം തുല്ലുവൊക്കെ ഇല്ലേ. എന്തോ ഞാൻ സൂര്യ ഫാനാ, എനിക്കറിയത്തില്ല. അല്ല, എനിക്ക് സൂര്യനെ എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. സൂര്യ, പക്ഷെ വിക്രം വിജയ് ഫാൻ എന്ന് പറഞ്ഞോണ്ട് സൂര്യ ഫാൻ ആയതുകൊണ്ട് നമുക്ക് ഹേറ്റ് ഒന്നുമില്ല. ഹേറ്റ് ഒന്നുമില്ല. എനിക്ക് ഭയങ്കര സൂര്യയുടെ മൂവീസ് ഞാൻ വിജയുടെ മൂവീസ് എനിക്ക് ഏറ്റവും മറ്റേ തുപ്പാക്കി, മറ്റേ അത് വേലായുധൻ, ഇങ്ങനത്തെ മൂവീസ് ഒക്കെ ഞാൻ റിപ്പീറ്റ് അടിച്ച് കാണും. എനിക്ക് ഇഷ്ടമാ. പക്ഷെ എനിക്ക് കൂടുതലും വിക്രം, ഇപ്പൊ വിക്രമിന്റെ മോനെയൊക്കെ കൂടുതലും ഇഷ്ടം. എന്ന് വെച്ചാൽ പിന്നെ പണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ബുക്കിലൊക്കെ നമ്മള് എന്നിട്ട് സൂര്യയുടെ ബുക്ക്, ഫോട്ടോ ഉള്ള ബുക്ക് മേടിച്ചോണ്ട് പോവുക, അത് സൂര്യ ഹേറ്റ് അതിലിരുന്ന് പെണ്ണ് വെച്ച് പഠിക്കുക, ഇതൊക്കെയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. ഇപ്പൊ നമുക്ക് അതിനോടുള്ള ഇതൊക്കെ പണ്ടത്തെ പോലത്തെ ഡൈ ഹാർഡ് ഫാൻ ഒന്നും ഇപ്പൊ ഇല്ല. അവര് ആയില്ലെങ്കിൽ നമുക്ക് കഞ്ഞി കിട്ടത്തില്ലല്ലോ. കുറച്ചുകൂടെ ആ സമയം നല്ലതല്ലേ, ബാക്കിലോട്ട് പോവാനായിട്ട്. പണ്ടത്തെ സ്കൂൾ ടൈം, സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സിന് വേണ്ടിയല്ല, കുറച്ച് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. സമാധാനം ഉണ്ടായിരുന്നു. ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട. പണ്ട് പെട്ടെന്ന് വളർന്നാ മതി. ഇപ്പൊ 2026 തുടങ്ങിയതല്ലേ ഉള്ളൂ. തീരെ ഇത് ഒരു മാസം കഴിഞ്ഞു. അതാണ് ഇപ്പത്തെ ഒരു പോക്കെന്ന്. എനിക്ക് ഇപ്പത്തെ ജനറേഷൻ കാണുമ്പോൾ ഞാൻ നാളെ എനിക്കൊരു കൊച്ചുണ്ടപ്പോ അതിന് എങ്ങനെയാണോ 3ാം ക്ലാസ്സിൽ കയറിട്ട് മമ്മി ദിസ് ഈസ് മൈ ഗേൾ ഫ്രണ്ട് പറയുന്നു. അങ്ങനെയായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മള് 10ാം ക്ലാസ്സിൽ പഠിച്ച തോട്ടല്ല, 10ാം ക്ലാസ്സിൽ എനിക്ക് പിറ്റേ ദിവസത്തെ അസൈൻമെന്റ്, ഹോംവർക്ക്, അത് കോപ്പിയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേരെ സ്നേഹിക്കുന്നുണ്ട്, ആൺപിള്ളേരെ സ്നേഹിച്ചു പോകുന്നു. ഇപ്പൊ ആണിന് പെണ്ണെ കിട്ടുന്നില്ല, പെണ്ണിന് ആണിനെ കിട്ടുന്നില്ല. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? LGBTQ സപ്പോർട്ട് ചെയ്യുന്നില്ല, യോജിക്കുന്നുമില്ല, താല്പര്യക്കുറവില്ല, എന്തെങ്കിലും. അപ്പൊ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു കുട്ടി വെച്ചിട്ട് പറയുവാണ് അച്ഛാ എനിക്ക് അവനെ ഇഷ്ടം, അങ്ങനെ കുറെ ഇതുണ്ട്. എനിക്ക് ഇതാണ് ഓരോരുത്തർ. ചില ആൾക്കാർ പലരും ഇല്ലേ, ഞാൻ പറയട്ടെ, പലരും ഹോർമോണൽ ചേഞ്ച് കൊണ്ടൊന്നും ആവുന്നൊന്നുമില്ല. പലവരൊക്കെ വേണം, കൊറേയൊക്കെ റീച്ചിന് വേണ്ടിട്ട്, ബാക്കിയുള്ളവരെ കാണിക്കാൻ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ചെയ്യുന്നതാണ്. എനിക്ക് ഊക്കിടോട് നിങ്ങൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഞാൻ പറയട്ടെ, സീരിയസ്ലി തിങ്ക് ചെയ്തോ, കറക്റ്റ് അല്ലേ? ഇങ്ങനെ ഹോർമോണൽ ചേഞ്ച് ഉള്ളവരെ നമ്മളൊന്നും പറയില്ല, അല്ലാത്തവരെ കുറിച്ച് നമ്മൾ. ഈ അതിന് എക്സാമ്പിൾ ആണ് ചാന്ത് പൊട്ട് സിനിമ. അവന് ഹോർമോൺ ചേഞ്ച് ഉണ്ടെങ്കിലും പക്ഷേ മറ്റേ പുള്ളിക്കാരി നോക്കി കല്യാണം കഴിച്ചു, അതിൽ അവര് ഹാപ്പിയാണ്. ഹോർമോൺ ചേഞ്ച് ഉള്ള ആൾക്കാരും ഉണ്ട്, അവരോട് ഇഷ്ടമാണെന്നും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒത്തിരി സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇതിനിവിടെ നിന്ന് എതിര് പറഞ്ഞ ഒത്തിരി ട്രാൻസിന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. വരുന്നില്ലല്ലേ പറഞ്ഞത്. അപ്പൊ എനിക്ക് പേഴ്സണലി വലിയ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എന്റെ ഒരു കൊച്ചാണ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഒബ്വിയസ്ലി നമുക്കതൊരു പറ്റത്തില്ല. അത് ചില നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. ഇത് കേട്ടിട്ട് ബാക്കിയുള്ളവര് വന്ന് കമന്റ് ഇടും. ഞാൻ എന്റെ പേഴ്സണൽ കാര്യമാണ് പറഞ്ഞത്, ബാക്കിയുള്ളവർ അവരുടെ ഇഷ്ടത്തിന് ചെയ്യും. ഇപ്പൊ നമുക്ക് കുറെ പേര് നമ്മുടെ കാര്യം ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ നോക്കും. അവര് അതങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ നടന്നോ, നമ്മൾക്കങ്ങനെ നടക്കണമെന്നില്ലല്ലോ. ഓക്കെ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെയാണ് ഫുള്ള്. കുറെ മീഡിയക്കാർ അവരുടെ പറയുന്ന പേരൊന്നും പറയുന്നത് മനസ്സിലാവല്ലോ, അവരുടെ പറയുകയാണ് കൂടുതലും ആൾക്കാർ പോകുന്നത്. ഇപ്പൊ നേരം മണ്ണുള്ള ആൾക്കാരൊന്നും അവർക്ക് വേണ്ട. അപ്പൊ എന്തായാലും ഇനി നിങ്ങളെ ഡ്രീംസിലോട്ട് എന്തായാലും ഇനി എത്തട്ടെ. ഇനി മൂവിയോ അങ്ങനെ കുറെ കാര്യങ്ങളായിട്ടൊന്നും ഞാൻ ഇന്റർവ്യൂ എടുക്കും. അപ്പൊ എന്തായാലും നല്ലൊരു സെക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് നിങ്ങൾ ഒരുപാട് ജെൻസി പിള്ളേരായിരുന്നു, പക്ഷെ സംസാരിച്ച മനസ്സിൽ നിങ്ങൾക്ക് അതിനോട്ട് അല്ല, നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു വയസ്സിന് ഗ്യാപ്പേ ഉള്ളൂ, പക്ഷെ നമ്മൾ 2K ആണെങ്കിലും നമ്മൾ അത്രയും പെട്ട ആൾക്കാരുടെ പോലത്തെ ഒരു മൈൻഡ് സെറ്റ് അല്ല. അങ്ങനെ ആൾക്കാർ കുറെ ഉണ്ട്. ആൾക്കാരുടെ ഈ 2K എന്ന് പറഞ്ഞ എല്ലാരും ഈ ജെൻസി പിള്ളേരും മറ്റേ നീ 2K ആണോ അപ്പൊ ഇവരോട് പറയാൻ പറ്റത്തില്ല, കൊല്ലും അങ്ങനെയൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇപ്പൊ എന്റെ റിലേഷനിലുള്ള 90s ആണ്. നീ 2K എപ്പോഴും പറഞ്ഞു നീ 2K ആണ്, ഞാൻ എന്തിനു നീ 2K ആണെന്ന് അങ്ങനെ തളർത്തേങ്ങ് വിടും. സത്യം നമ്മുടെ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഇപ്പോഴത്തെ പിള്ളേരുടെ പോലത്തെ ഒന്നും അല്ല, കുറച്ച് ഡിഫറെന്റ് ആണ് ആൾക്കാരെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, നല്ലൊരു ഇന്ററാക്ഷൻ ആയിരുന്നു. അപ്പൊ എല്ലാ മംഗളാശംസകൾ. ഓക്കെ.